ഇനിയിപ്പോൾ ഗൈസ് നമ്മളെ പേര ഒരു പുതിയ പേരാണ്. അതായത് ഇവിടുന്നൊക്കെ ഗൈസ് ആൾക്കാർ നമ്മളെ പെരയ്ക്ക് കയറി വരുമ്പോഴേ എടാ ഇവിടെ എന്തോ സംഭവമല്ലേ, ഇത് ആൾക്കാർ കാണുന്ന ഭാഗം നമ്മൾ നീറ്റാക്കിക്കണ്. നമ്മളെ പഴയ പേര മാറി പുതിയ പേര് അയക്കണ് ഗൈസ്. അല്ല എന്നാലും നമ്മള് മോഡിഫിക്കേഷൻ യാതൊരു കുറവും വരുത്താൻ പാടില്ല ഗൈസ്. അവിടെ ആള് കൊടുക്ക് നോക്കടാ. ഇമ്മമ്മ ആ ഗന്ധം മുട്ടി നടക്കുന്നുണ്ട് ഗൈസ്. ആരോട് ചോദിച്ചിട്ടാണാവോ അളവ് എടുക്കണെന്ന്. ഇതെന്താ നോമ്പ് തുറക്കേ സ്ഥലം വെക്കണം, അല്ല സ്ഥലം വീതം വെക്കലൊന്നല്ല. ഞാൻ ഇപ്പൊ വീടം വെക്കാൻ വിൽക്കുകയാണ്. ഞാൻ എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ ഇവിടെ നേരെയൊക്കെയാണ് പറഞ്ഞു. എന്താ ഞാൻ ആ തീരാണ്ടല്ലോ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗ് സ്വാഗതം ഗൈസ്. ഇന്നത്തെ നമ്മളെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണീപ്പര, അതായത് നമ്മൾ ഈ തറവാടി നമ്മൾ ഇന്ന് പെയിന്റും പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. അതായത് പെയിന്റ് അടിച്ചാൻ വേണ്ടി തുടങ്ങാണ്. മുണ്ടല്ല. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ ഒരു പരിപാടിക്ക് പങ്കുചേരാൻ എത്തിയിരിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് മുഹമ്മദ് നബീൽ PM ഫ്രം കർലായി. പെങ്ങളെ കല്യാണമാണ്. എല്ലാരും വരിക ഏപ്രിൽ 9 എല്ലാരും പൈസ കൊണ്ടുവരിക. കല്യാണമാണ് എവിടെ? കർലായി PG ഓഡിറ്റോറിയത്തിൽ 9 എല്ലാരും വരുമ്പോ 500 നോട്ടോ 1000 നോട്ടോ 1000 നോട്ടില്ലല്ലേ 1500 കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. കല്യാണം പറയാൻ വേണ്ടി വന്നതാണ് ഗൈസ്. ഇവര് കല്യാണം പറയാൻ വേണ്ടി വന്നതാണ് നബീലിന്റെ പെങ്ങളെ. ഇവിടെ പെയിന്റ് പണിക്ക് നമ്മൾ ചേർത്തിക്കണേ. സുഹേല് ഫ്രം പാലാങ്കര. അതായത് ഗൈസ് നമ്മളിവിടെ ഇടക്കരക്കാരനാണ്. അടുത്ത ആളെ നമുക്ക് പരിചയപ്പെടാം. പറഞ്ഞു കൊടുക്ക്. സാക്കിർ. സ്ഥലം ഇവിടെ തന്നെ ചാത്തമുണ്ട. ഇവിടെ തന്നെ ഏത് ഇവിടെ തന്നെ കുന്നാഞ്ചുടുക്ക്. അതാക്കണം ആ കാണാൻ മൊട്ടക്കുന്ന് അവിടെ ഇതേപോലെ ഒരു കുന്ന് തന്നെയാണ്. പിന്നെ കൊറേ കാലത്തിന് ശേഷം നമ്മളെ മുന്നേക്ക് പെണ്ണിട്ടിരിക്കണേ. അതെ. ഇല്ല ഗൈസ്, ഇപ്പോഴും സർച്ചിങ്ങിലാണ്, സ്റ്റിൽ സർച്ചിങ്ങിലാണ്. ഇതാണ് ഗൈസ് നമ്മളെ മുന്നാ റിസൾട്ട് അറിയാത്തവർക്ക് ഗൈസ്. അങ്ങനെ നമ്മളെന്തായാലും നമ്മൾ വന്ന പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്. കാരണം ഇപ്പൊ തന്നെ ഏകദേശം ഒരു ഉച്ച 12:30 ടൈമായി. ഇപ്പൊ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോൾ തീരും? വൈകുന്നേരം തീരും. പെയിന്റ് ഉണ്ടോ? 2 മണിക്ക് ഗൈസ്. പെയിന്റ് ഇല്ല ഇതാക്കണ് നമ്മള് 2 പെയിന്റ് അല്ല മോണ്ടാ. എങ്ങനെ ഇത്? അപ്പൊ ഗൈസ് നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് ഉമ്മ ഈ പേര ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ പെയിന്റിങ് അല്ല ഇപ്പത്. ഇതിനു മുമ്പ് ഇന്നേ വരെ ഒരു പെയിന്റ് എങ്ങനെ അടുക്കളയിലല്ല കുമ്മായാണ് മുണ്ടല്ലേ. ഇവിടെ വാ. അതായത് ഗൈസ് നമ്മൾ ഈ പേര ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ പെയിന്റിങ് ആണ് അല്ലേ? അപ്പൊ ഇനി പിന്നെ ഒരു പെയിന്റ് അടി ഉണ്ടാവില്ല. നമ്മള് പുതിയ പേരേക്ക് മാറുകയാണല്ലോ. അപ്പൊ നമ്മളിത് ലാസ്റ്റത്തെ പെയിന്റ് അടിയാണ് ഈ പേരന്റെ. അപ്പൊ ഗൈസ് ലാസ്റ്റത്തെ പെയിന്റ് അടിയാണ് നമ്മളെ ലാസ്റ്റത്തെയും ഫസ്റ്റത്തെയും അല്ലേ മാമ? നീ ശരി അവിടെ ഇരിക്കല്ലേ, ഇനി പണിയാണ് ഫുള്ള്. അപ്പൊ ഗൈസ് മമ്മക്ക് ഈ സന്തോഷ നിമിഷത്തിൽ എന്താ പറയാനുള്ളത്? വളരെ സന്തോഷം. നോമ്പ് 18 നോമ്പ് 18. ഞാൻ നോമ്പിനെ കുറിച്ചല്ല പറയാൻ നമ്മളിപ്പോ എല്ലാരും നോമ്പിന്റെ ഒക്കെ മുന്നേ എന്നൊക്കെ നമ്മള് പെരുന്നാളാകായപ്പോഴേക്കാണ് പേട്പണി പെയിന്റ് അടിയൊക്കെ തുടങ്ങുന്നത്. ഊരി തരാ. ഇത് അതിനല്ല സൂപ്പർ ഗ്ലൂ ഒട്ടിച്ചോ? എടാ ഇതാണ് അടപ്പ്. ഈ അടപ്പാണ് ഊരി. ഞാൻ അവിടെ തുറന്നു വെച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പൊ എന്താ എടുത്താ അതൂന വെള്ളം കുപ്പിയായിട്ട് അതിന്റെ അടപ്പ് ഊരാൻ പറ്റൂല. എന്നാ അടപ്പ് എന്നാ ഇത് കഴിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെള്ളം വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? നല്ല കുപ്പി. അപ്പൊ കഴിച്ച് നമ്മളെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പൊ കഴിച്ച് 4 കിലോന്റെ ഇതാണ് വാങ്ങിയത്. 4 ലിറ്ററിന്റെ പെയിന്റ് കുപ്പിയാണ് വാങ്ങിയത്. ഇത് തികയോന്ന് അറിയില്ല. നമ്മളിപ്പോ ആദ്യം ഫ്രണ്ടിൽ നിന്നാണ് കഴിച്ച് അടിച്ചു തുടങ്ങുന്നത്. അപ്പൊ തുടങ്ങല്ലേ എന്നാ പരിപാടി? നമുക്ക് കംപ്ലീറ്റ് ഫോട്ടോ നമുക്ക് ലാസ്റ്റ് എടുക്കാം. കാരണം മേത്ത് അത്യാവശ്യം സാധനങ്ങൾ വേണം, പെയിന്റ് വേണം. അങ്ങനെയൊന്നല്ല, നമുക്ക് കൈയിട്ട് ഇളക്കണം. കൈയിട്ട് ഇളക്കി കുറുകല് പോരണം. കാരണം ഇതുമ്മ കാരണം നല്ല നിക്കണം. അത് എടുത്തോണ്ടിരി. ആ കക്കൂസ് ബക്കറ്റ് എടുത്തോണ്ടിരി. ആ ടോയ്ലറ്റ് ബക്കറ്റ് കൊണ്ടിരി. അത് കഴിക്കണ്ട. ഇമ്മ ഒരു വട്ടം കഴിക്കാൻ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തോ.
അപ്പൊ ഗൈസ് നമ്മളിവിടെ ഈ ചടങ്ങിലേക്ക് കടക്കുകയാണ് അല്ലേ അമ്മ? നമ്മൾ ഈ പേരെ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആവും ഉമ്മമാരുടെ ഒരു മൈൻഡിലുള്ളത് ഇതെന്താണ്? പെയിന്റ് അടിച്ച പെയിന്റ് ഗൈസ് അങ്ങനെ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പെയിന്റ് പണി ഇങ്ങനെ തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ഗൈസ് നമ്മൾ പറഞ്ഞതിന് നമ്മൾ നോമ്പ് തുറ വെക്കുന്നുണ്ടെന്ന്. ഡേറ്റ് ഞങ്ങൾ കൺഫേം ആക്കിയിട്ടില്ല. അപ്പോൾ അതിനുള്ള ആൾക്കാർ വരുന്നുണ്ട്, അതായത് നമ്മളിവിടെ സെറ്റപ്പ് ചെയ്യാനുള്ള പരിപാടിക്കുള്ള ആൾക്കാർ വരുന്നുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. കടന്നു വരും കുറെ ആൾക്കാരുണ്ടല്ലോ. കുറെ ആൾക്കാരുണ്ട്. അളവ് എടുക്കാൻ വന്നാ ബോഡി ഫിറ്റോ? എവിടെ ഫിറ്റ് എന്താ സുഖം? ഓക്കെ ബായിക്ക് നോമ്പ് കിട്ടുമെന്ന് അറിയില്ല. ഞങ്ങൾക്ക് ശീലായടാ, ഞങ്ങൾക്ക് ശീലായപ്പോ കുഴപ്പമില്ല. നിങ്ങളെ പ്ലാൻ എന്താ? കുറച്ച് കഴിയും ഇവിടെ എന്താ ചെയ്യാ? ഒരു പിടുത്തമല്ല. ഉള്ള സ്ഥലത്ത് സെറ്റാക്കിയാൽ മതി. എല്ലാരും ഒരുമിച്ചിരിക്കണോ? നോമ്പ് അല്ലി നീച്ചേണ്ടി വരും. എന്താ ചെയ്യ പിന്നെ? റബ്ബറും തൊടൂല അതിനത്ര ആളുണ്ട്. ആളുണ്ടാവും. 50 ആൾക്കാരെങ്കിലും ഉണ്ടാവും മിനിമം. മിനിമം 50-ലേറെ ഉണ്ടാവും. നമ്മൾ രാവിലെ തന്നെ വെക്കണ്. ആ ഷീറ്റൊക്കെ കണ്ടില്ല നിങ്ങൾ? ആ ഷീറ്റ് ഇങ്ങോട്ട് ഇട്ടുണ്ടായിനി, അത് അങ്ങോട്ട് മടക്കി വെച്ചാണ്. കാരണം പെയിന്റ് അടിച്ചുമ്പോ അതിമൊന്നും ഇതായി ഇനി തട്ടി കയറണം. പിന്നെ ഇവര് വരുമ്പോ ഒന്ന് ഓപ്പൺ ആയിട്ട് ഒരു കാണും ചെയ്യാം. പിന്നെ ഇനിയിപ്പോ കമ്പി ലൈറ്റ് കൊടുക്കാൻ കമ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോടാ. 2-3 ടേബിൾ എന്തായാലും വിളിച്ചാ ഒരു ടൈമിൽ 6 ആള് പോകും. പിന്നെ മാക്സിമം നമുക്ക് ഇവിടെ ഇട്ടിട്ട് കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇരുത്താൻ പറ്റും. ഇവലെ ആരും വിളിച്ചിട്ടൊന്നുമില്ല. ഏറ്റവും കൂടുതൽ നാട്ടിൽ നോമ്പോറ്റിക്കണ ഞാനാണ്. ഗൾഫുകാരത്തെ ഫോളോ ചെയ്യണത് ഓർക്ക് ഒരു നബിയലിനോട് 2 ദിവസം നോമ്പ് ക്ലീൻ ആക്കിച്ചാൽ മതി. ക്ലീനാക്കാൻ ആൾക്കാരുണ്ട്. ക്ലീനാക്കാൻ കഴിച്ച നമുക്ക് ആൾക്കാരുണ്ട്. ഇതാ മുന്ന നബീല് സുഹൈല് സാക്കിർ എല്ലാരും ഉണ്ടാവും. കടന്നു വരടാ. എന്നാ നമ്മളെ പരിപാടി തുടങ്ങല്ലേ? മൂപ്പരം കാര്യങ്ങൾ കഴിച്ച് നോക്കുന്നുണ്ട്. എന്തായാലും നോക്കി കഴിയട്ടെ. ഇതിപ്പോ എന്താ ഇവിടെ നടക്കണേ? ഇതുണ്ടല്ലോ നമ്മളെ സ്ഥലം വീതം വെക്കാണിത്. കഴിഞ്ഞ ആൾക്കാരെ ആയിക്കോട്ടെ, നടന്നോളി ഇവിടെ വീടാക്കി കളി എല്ലാവർക്കും. ഇവർക്കൊക്കെ കുറച്ചിടാണ്. ഇന്നൊക്കെ എന്തിനാ ഇളക്കണേ? അവർക്ക് പോകുമ്പോ ഇരട്ടിപ്പാണിയോ? ഇപ്പൊ എന്താ പരിപാടി അറിയോ? സ്ഥലം ഇളക്കുകയാണ്, വീതം വെക്കാനുള്ളത്. അപ്പൊ അമ്മമാരോട് ഞാൻ കാര്യമായിട്ട് അമ്മ വിശ്വസിക്കണില്ല. അമ്മമാന്റെ മുഖം മാറിക്കണ്ട കൈസ് അങ്ങോട്ട് നോക്ക്. എന്നോട് ചോദിച്ചാൽ അത് എന്തിനാണാവോ? ആ മുഖം മാറിക്കണോക്ക്. ഗൈസ് അവിടെ ആള് കൊടുക്ക് നോക്കടാ. ഇമ്മമ്മ ആകെ അന്തം വിട്ട് കിടക്കുന്നുണ്ട് ഗൈസ്. ആരോട് ചോദിച്ചിട്ടാണാവോ അളവ് എടുക്കണേ? എടാ അങ്ങോട്ട് കാട്ടിക്കൊടുക്ക്. ആ അത് മതി ഇമ്മമ്മ, അവിടുത്തെ മതി നോക്കി. അല്ല ഇവിടെ വേണമെങ്കിൽ കുറച്ച് ഇതൊക്കെ മാറ്റിയാണ് ഇവിടെ സൗകര്യപ്പെടുത്താം. ഇതെന്താണ് നോമ്പ് തുറന്നൊക്കെ സ്ഥലം വെക്കണം, അല്ല സ്ഥലം വീതം വെക്കലൊന്നും അല്ല. ഞാൻ അപ്പം വീടം വെക്കാൻ വിൽക്കുകയാണ്. ഞാൻ എന്നോടൊന്നും ചോദിച്ചില്ല. ഞാൻ ഇവിടെ നേരെയൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആ തീരാന്തല്ലല്ലോ. ഇങ്ങോട്ട് നീട്ടിയെടുക്കാൻ പറ്റുമോ? ആ ഇവിടെ ഈ ചെമ്മീനോട്ടൊക്കെ ഈ കല്ലൊക്കെ നാട്ടി നിൽക്കുകയാണ്. ബടിയും കൂടി ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ കിട്ടുവാണെങ്കിൽ. ടോക്സിന്റെ ഇതില്ലേ ആ ഒരു അത്രക്കും വേണമെന്നില്ല. നമ്മൾ തുറക്കലില്ല. സെറ്റപ്പ് തന്നെ ചെയ്യാം. അങ്ങോട്ട് ബോറല്ല നമ്മളെ കാര്യങ്ങളൊന്നും. മുന്നേ പല്ല് തേപ്പും കുളിയും കഴിഞ്ഞു. അതില് കഴിച്ച് നോമ്പ് മുറിച്ചോന്ന് അറിയില്ല. എന്തോ കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്നാ ഇനി പരിപാടി തുടങ്ങില്ല. എന്നാ
അപ്പോൾ ഗൈസ് ഇമ്മാക്കും അമ്മക്കും പ്ലാന് കാണിച്ചു കൊടുക്കുകയാണ് ഓലെ എങ്ങനെയൊക്കെ കാട്ടേണ്ടി എടാ അതൊന്ന് കാണിച്ചു കൊടുത്താൽ എടാ എന്നോടാ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് ആ ഒരു സെറ്റപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോണത്. മമ്മ ഓക്കെ അല്ലേ? നമുക്ക് പരിപാടി ഉണ്ട് അടിപൊളിയാക്കല്ലേ? അങ്ങനെ സെറ്റ് ആക്കല്ലേ മമ്മ? അത് നിലമ്പൂരാണ് ഏറ്റെടുത്ത്. അപ്പൊ അത് നിങ്ങള് അടിപൊളിയാക്കിയിട്ട് സെറ്റ് ആക്കിയിട്ട് ചെയ്തു തരാം. നിങ്ങൾ ഇതാക്കിയാണ് കയ്യിൽ നമ്മള് പെയിന്റിൽ പരിപാടി കൊടുക്കുകയാണ്. ഇനിയിപ്പോ നിങ്ങൾ നേരം കേട്ടാ ഞങ്ങൾ നേരെ അടുത്ത സൈറ്റ് ഇടാണ്ട് ഇവിടെ ഞങ്ങള് അപ്പുറത്ത് തന്നെയാണ്. അപ്പൊ ഇട്ടിട്ട് ഞങ്ങള് ഒരു ഡേറ്റ് നമുക്ക് തീരുമാനിക്കാം. ആയിക്കോട്ടെ. അപ്പൊ എന്നാ മുന്നേ ഫോൺ കളിച്ചാൽ മതി. നബീല ബാ 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 ഇനി കഴിച്ച് നമ്മളെ പരിപാടി തുടങ്ങാണ്. ഇനി നമ്മൾ അധികം ലേറ്റ് ആക്കണില്ല, പെട്ടെന്ന് പരിപാടി തുടങ്ങുക. ആദ്യം കഴിച്ച് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളത്തില് ഒരു ബക്കറ്റ് വെള്ളമല്ല, കുറച്ച് വെള്ളത്തിൽ കുറച്ച് പെയിന്റ് ഈ തണുപ്പ് കഴിച്ചാണ് കളിക്കും. ആ ഇവിടെ കലക്കി അത് ആവശ്യത്തിനനുസരിച്ചാണ് കൂട്ടേണ്ടത്. അല്ല ഒന്നായിട്ട് കൂട്ടിയിട്ട് വെള്ളം കൂടിയാണ്ട് കാര്യമില്ല. കുറച്ച് മാറ്റി കളിനാല് ഇല്ല മുന്നാ കണക്കുണ്ടേ. അങ്ങനെയല്ല അങ്ങനെയല്ല, 1 ലിറ്ററിന് 300 ml അതിന് 1 ലിറ്റർ, ഇത് 4 ലിറ്റർ ആണ്. 300 ml മൂന്നോട്ട കൂട്ടിയൊക്കെയാ. ഇതിന് കുറച്ച് ആദ്യം അങ്ങനെയല്ല, ആദ്യം കുറച്ച് വെള്ളം ഇതാക്കട്ടെ. കുറച്ച് വെള്ളം അളക്കൊന്നും വേണ്ടമ്മ, അതൊരു ഇതാണ്, ഒരു കണക്കാണ്. അതായത് കൈ വെച്ച് നോക്കിയിട്ട് അതിന്റെ അടുപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇതിന് ലേശം വെള്ളം ഒഴിവാക്കിയമ്മ. അവിടെ ഒരു കോല് നോക്കിയമ്മ. ആ ഇത് കുറച്ച് പുറകിലുണ്ട്. ആ പച്ചക്കൊമ്പനെ ഇട്ടത് ഞാൻ മുരുകന്റെ അത് മതിയോ? ഞാൻ ആയിട്ടില്ലടാ, അളവിനനുസരിച്ചല്ലേ ആക്കണ്ടേ. ആ കാട് വലുതിലേ ഉണ്ടാവുള്ളൂ, ചെറുതിലുണ്ടാവും. ആണോ? പെയിന്റ് വെള്ളത്തിലാണ് അല്ലാതെ പാലിനോ റബ്ബർ പാലിനോ അതിലുണ്ടോ? കാടുണ്ട്, കാടുണ്ട്. എത്രന്റെ കാർഡാണ് ഇത് QR കോഡാണല്ലോ. അതുപോലെ കമ്പനിന്റെ QR കോഡാ. ഇത് സ്കാൻ ചെയ്താൽ തന്നെയാണോ? ഇത് 40 റുപ്യ കിട്ടി. ഇതാ 40 റുപ്യ കിട്ടണതില് RS 40 റുപ്യ. ഒരു 40 റുപ്യ കിട്ടിയെന്നാ തോന്നുന്നത്. കിട്ടി തോന്നുന്നു. നബീല ബാ, അത് അടച്ചു വെക്ക്. ഇതിന്റെ ഉള്ളിലത്തും കൂടി എല്ലാം ഇപ്പൊ അടച്ചു വെച്ചാ അത് ലാസ്റ്റ് എടുക്കാം. ഫസ്റ്റത്തെ പെയിന്റ് ആണ് കേട്ടോ. ലേസം വെള്ളത്തിൽ വെച്ചാണ് ലേസട്ടോ എന്റെ കൈ ഇതാക്കാനാ. അപ്പൊ നമ്മളെ ഫസ്റ്റത്തെ പെയിന്റിങ് ഇവിടെ ആരംഭിക്കുകയാണ്. എങ്ങനെ മുന്നേ ഫസ്റ്റത്തെ കോട്ടിംഗ് ആണ്, അടിച്ചു നോക്കുകയാണ്. അപ്പൊ ഇതിന് മുന്നേ നിങ്ങളൊരു കാര്യം കാട്ട്, ആ ഷൂറൊക്കെ അവിടുന്ന് മാറ്റി അതിന്റെ ആണി പറിച്ചുള്ള ചുറ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. അങ്ങനെ കിടന്നുണ്ട് അങ്ങനെ റോൾ ചെയ്തിട്ട് അടിച്ചാൽ മതി. അങ്ങനെ തന്നെ ഇത് കാട്ടണേ. നോക്കട്ടെ ഈ സാധനം എടുത്താണ്ട് അങ്ങോട്ട് മാറ്റി വെച്ചാ റോൾ ചെയ്ത് കണ്ട് അടിച്ചാൽ മതി. മറ്റേത് ഈ ബക്കറ്റിൽ മമ്മ ഷീറ്റ് അടിച്ച സാധനം എവിടെ മമ്മ? അതിന്റെ മുകളിലുണ്ടാക്കാൻ അടിക്ക് ഒരാക്കുമ്പോ പോയി വെക്ക്. മമ്മ ഷീറ്റ് അടിച്ചാ എവിടെ? അടിക്ക് അതും കേക്കിട്ട് അടിക്കേ. കാഴ്ച ഇവിടെ ഭയങ്കര ഇളക്കലാണ് അവിടെ. ഞാൻ ഒരു പണി കിടക്കണ്, അത് നല്ല കൃത്യമായിട്ട് ചെയ്യണ്ട. അത് നോക്കാം. വലിയ ബേസ് പറ്റും. അത് ഫുള്ള് ഇളക്കി എടുത്തോളാം മുന്നേ. നോക്കാം, അത് സെറ്റാണ്. ഓലവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പൊളിച്ചട്ടെ, എന്നിട്ട് അവർക്ക് ശരിക്കും മാറ്റിയേക്കട്ടെ. അതൊക്കെ ഇപ്പോൾ മൂലിക്കച്ചല്ലേ, നമുക്ക് ഓരോന്ന് എടുക്കാം.
ഇതിനോട്ടെ ചോരുണ്ടോ പോരുന്നുണ്ട് ചോരുണ്ട് നമ്മ വേറെ ഇടിക്കും ഏയ് ഞാൻ മണ്ണേ മമ്മ എടാ അങ്ങോട്ട് കേട്ട് ആ സാധനം ഒന്ന് കേക്കിട്ട് കൊണ്ടിരി ആ നമ്മളിതുണ്ടല്ലോ അതായത് നമ്മളെ ഒട്ടുവാലി ഉണ്ടല്ലോ ഷീറ്റ് അടിച്ചുന്ന സാധനമാണ് അതുകൊണ്ടാണ് നമ്മൾ പെയിന്റ് അടിച്ചാൽ വിചാരിച്ചത് മുന്നേ കാഴ്ച ഒരു പണി എടുക്കാൻ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കാരണം എന്താ അതിനെന്താ ആണി തെരഞ്ഞാ കിട്ടൂലേ അല്ല ആണി മാറ്റി എന്നാ അപ്പൊ എന്റെ ബാക്ക് മാറ്റി അപ്പുറത്തേക്ക് മാറ്റി എന്നാ ഇത് കൊയിച്ചോ ഇതിന് ഹോട്ടലല്ലോ മമ്മ ഇല്ല കോട്ടയൊന്നുമില്ല ഇതാണ് ഗൈസ് പെയിന്റ് ഇവിടെ ശരിക്കും പക്ഷെ ആ റോളർ ഇതിന്റെ ഉള്ളിൽ റൗണ്ട് ആവോ അത് നോക്കിനോ ആവോ ഇവിടെ അടിച്ചു അപ്പൊ നമുക്ക് മട്ടൻ പോലെ കാട്ടാം ഇങ്ങനെ തന്നെ പോവുക റോളർ എന്താ പക്ഷെ ഇതുമേ ഓക്കെ അല്ലേ അപ്പൊ കഴിച്ച് നമ്മള് ഫസ്റ്റത്തെ കോട്ടിങ് തുടങ്ങാൻ പോവാണ് രണ്ടാമത്തെ കോട്ടിങ് ഞാൻ തുടങ്ങാൻ പോണ് ഇവിടുന്ന് തുടങ്ങി നോക്കാം തുടങ്ങട്ടോ അല്ല ഞാൻ ട്രൈ ചെയ്താടാ നിക്കണില്ലേ നീ ഗ്യാപ്പിലൊക്കെ എടാ ഉമ്മ ആ ഒന്നും കാട്ടണ്ട അത് ക്ലീൻ ആക്കണ്ട പെയിന്റ് അല്ലേ പെയിന്റ് ആ കുറച്ചുള്ളൂ സൂക്ഷിച്ചും കണ്ടും ചെലവാക്കുക എടാ മുന്ന ഞാൻ അനക്കുള്ള ആണോ നിങ്ങൾക്കുള്ള പണി എടാ അനിയോ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് മൈക്കിന്റെ അടുത്തല്ലേ അപ്പൊ ഞാൻ പോയി നോക്ക് അതല്ലേ ഇത് പെട്ടി അവിടെയാണ് ഓനെ അയിവും കുട്ടി അടിച്ചിട്ടുണ്ട് ആ അത് പയണ കേക്ക് അതായത് മുന്ന ഉമ്മ നേരത്തെ ഇട്ട പെയിന്റിനകത്ത് സാധനം ഇവിടെ ഉമ്മ നേരത്തെ കൊണ്ടുവന്ന സാധനം ഇവിടെ ആ ഇതല്ലേ ഇതിനിക്ക് അനക്കുള്ള തരാം എന്നാ ഇത് മുക്കിയിട്ടേ അവിടെ കണ്ട ഗ്യാപ്പുകൾ കണ്ടില്ലേ ആ ഗ്യാപ്പ് ഒന്ന് ആ വെള്ള ഗ്യാപ്പുകൾ ഫില്ല് ചെയ്ത് ബ്രഷ് കൊണ്ട് ഉള്ളിൽ കൂടെ അടിച്ചടാ നോക്കാം ആദ്യം ബ്രഷ് കൊണ്ട് അടിച്ചിട്ട് അതിന്റെ ബാക്ക് കൂടെ ഇങ്ങനെ അടിച്ചോട്ടെ അപ്പൊ വരില്ലേ ഒരാളെ അടിച്ചോ ഇതൊന്നും എടുക്കല്ലേ ഇതൊക്കെ ഇതിന്റെയാണ് ചുമരിന് ആകെ അടിക്കാള് എഴുതാ ഇത് മറ്റേ ലൈനാണ് അടിക്കേ അതില് വേറെ നുടിയുണ്ടല്ലോ ഒരു വീതിയിലുണ്ടല്ലോ ഇതിലുണ്ടാവില്ല അങ്ങനെ ഇരുന്ന് കുറുകടാ എന്നാ ബ്ലോക്ക് എടുത്തോ അതിലും അങ്ങനെ തന്നെ ആവും ഇതായിക്കളാ അത് നല്ലോണ്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ സെറ്റ് ആവും അത് ഒരു പ്രശ്നം കൂടി മാണണം അങ്ങനത്തെ വലിയ ക്വാണ്ടിറ്റിയിലാക്കണ്ട ഞാൻ ഇതിൽ വെള്ളം ചേർക്കണോ ഇത്രയൊക്കെ ക്വാണ്ടിറ്റിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് ഉണ്ടാവുമോ ഞാൻ ഒന്ന് ലൈറ്റ് ആക്കിയിട്ട് രണ്ടാമത്തെ കട്ടിയില് റോൾ ചെയ്താൽ മതി ആ എന്നാടാ ലേശം വെള്ളം പാടെ ഒഴിച്ചാ രണ്ട് ബ്രഷ് ഒപ്പിച്ച് മഞ്ഞ് ബ്രഷ് ഉണ്ടോ അങ്ങനെ നമ്മളെ പെയിന്റടിയും പരിപാടിയും തുടങ്ങിയിരിക്കണ് ഇതാക്കണ നബിയിലാണ് ആദ്യം ഇറങ്ങിയിരിക്കണത് ഉമ്മ എന്തോ പെയിന്റ് ഇളക്കിക്കൊണ്ടിരിക്കണ് കുറച്ചുകൂടി വെള്ളം ചേർത്താണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ലടാ ഇനിയും കുറുകിപ്പിച്ച അത് പറ്റ കൂട്ടല്ലേ കഞ്ഞിയാക്കല്ലേ ഏറ്റ വെള്ളാക്കല്ലേ ഇട്ടുമ്പോ മാത്രം ചെയ്താൽ മതി ആണോ അതായത് സാക്കർ പെയിന്റ് പണിക്ക് പോയതിന്റെ ശീലമാണ് കാരണം വേണ്ട പാട് തെളിവൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ ആക്കി വന്നാണെന്ന് അറിയില്ല പക്ഷെ ഓമ്പ പറഞ്ഞെന്തറിയോ ആദ്യം ബ്രഷ് കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിന്റെ മുകളിൽ കൂടെ റോൾ ചെയ്യാന്നാ പറയുന്നത് അതാവുമ്പോ എന്തറിയോ നിങ്ങളിപ്പോ ഈ കാണുന്ന ഗ്യാപ്പ് കണ്ടോ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് ആദ്യം ആ വലിയ വലിയ ഗ്യാപ്പിലെടുത്ത് ആദ്യം ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഇതാക്കുന്നത് അതിന്റെ മുകളിൽ കൂടെ റോൾ ചെയ്താൽ മതി എങ്ങനെ ഇതെന്താ എന്താണ് കൊണ്ടുവന്നത് ചെകിരിയോ മിസ്വാക്കോ അല്ല പിന്നെ വേറെ ഇല്ലാത്തണ്ടായിരുന്നു അത് മമ്മാന്റെ ഇഷ്ടം പോലെ അത് പറ്റൂലേ പറയുമ്പോ ആണോ എന്നാ അത് വേണ്ട മമ്മ എടാ ഈ ഗ്യാപ്പിലെടുത്ത് കൂടെ ഇതേ മൈക്ക് ബ്രഷ് കൊണ്ട് തയ്ക്കണം ഇജി കാര്യം ചെയ്തോളാം അത് വെള്ളം എടുക്കണം വെള്ളമൊക്കെ ഒന്നില്ലേ ആണോ ഇപ്പൊ വൃത്തിയായി നിൽക്കും എന്നാ രണ്ടാൾക്കാർ ചെന്ന് റെസ്റ്റ് എടുത്തോളി ഒരു ടീം കഴിയുമ്പോ അടുത്ത ടീം ഇറങ്ങാം അതാക്കിയാണ് നല്ലത് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് റോൾ ചെയ്യാം ഇമ്മ ആ റോഡ് കൊണ്ട് പാക്കണ്ട ആദ്യം ഇപ്പൊ ബ്രഷ് ഏത്
കട്ട പിടിച്ചോ ഇല്ലല്ലോ റിസ്ക് എടുത്ത പിന്നെ അങ്ങനെ വെറുതെ വിട്ടാ മതി. ആണോ അല്ലടാ അപ്പോഴുമാണ് ഈ സാധനം മറ്റേ ബ്രഷ് അതല്ല റോളല്ല റോള് അവസാനം അടിച്ചാൽ മതി ഇതാണ് അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് നല്ലോണം വരും മനസ്സിലായോ ഇപ്പൊ നമുക്ക് ആദ്യം ബ്രഷ് കൊണ്ട് ഇപ്പൊ നബിയിൽ കാട്ടുന്ന മൈക്ക് ബ്രഷ് കൊണ്ട് വലിയ വലിയ ഗ്യാപ്പിലോടത്തൊക്കെ ഇങ്ങനെ ആക്കുക എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ കോട്ടിങ് വെച്ചാൽ മതി അതാകുമ്പോ ഒന്നുകൂടി സുഖമാവും ആ മനസ്സിലായോ അടിക്കുവേ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ അപ്പം അടിക്കും ജസ്റ്റ് ഉണങ്ങി കിട്ടിയാൽ അളവുണ്ട് അതിന്റെ അളവ് നോക്ക് ഇത് കുഴപ്പമില്ല ഈ അളവ് പറ്റുമോ ആ ടിന്നർ ഉണ്ടല്ലോ എന്നാ എടുത്തോ എന്നാ എടുത്തോളാം ഇപ്പൊ രണ്ടെണ്ണമായി ഇപ്പൊ 3 ബ്രഷായി ഗൈസ് ടോട്ടൽ 3 ബ്രഷ് ഉണ്ട് അപ്പൊ കുഴപ്പമില്ല എന്നാ ഓരോരുത്തരായിട്ട് ഇങ്ങനെ തുടങ്ങിക്കോ ആദ്യം സുഹൈൽ ഇറങ്ങി നബീൽ ഇറങ്ങി പിന്നെ ഞാൻ ഒരാള് ഷാക്കിർ ഹുസൈൻ ഉണ്ട് എന്നാ ഗൈസ് എന്നാ നമുക്ക് ഓരോ മൂലക്കുന്ന് ഇങ്ങനെ പരിപാടി ഇങ്ങനെ തുടങ്ങാം അമ്മമ്മ കണ്ടിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മളിപ്പോ പേരപ്പ പെയിന്റ് അടി തുടങ്ങിയിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് തുടങ്ങിയോളം കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല അല്ലേ ഒന്ന് അടിപൊളിയാക്കിയാണ് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ സംഗതി അടിപൊളിയാകൂല്ലേ ഇനിയിപ്പം ആദ്യം കൈസ് പെയിന്റ് എത്ര ഉണ്ടാവും നമുക്ക് അറിയില്ല തികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെ സൈഡാ മൊത്തം ഇതാക്കില്ലേ അതായത് പുറം ഭാഗം മൊത്തത്തില് ആദ്യം നമുക്ക് അത്രക്ക് ക്വാണ്ടിറ്റി ആക്കേണ്ടി ആവശ്യമില്ലടാ ഉൾഭാഗം മെയിൻ ആയിട്ട് ഇതാക്കിയാൽ മതി എങ്ങനെ ഇത് ഒന്ന് മുക്കിയിട്ട് അടിച്ചാൽ മതി മുക്കിയിട്ട് ഇതാക്കുമ്പോ അത്ര കട്ടി തോന്നൂല ആണോ അത് ഓൾറെഡി നമ്മൾ അടിച്ചല്ലേ അതിന് മേലെ കൂടെ അതുകൊണ്ടാണ് കട്ടി ഗൈസ് നമ്മളെ പെയിന്റ് മണി ഇതാക്കണം ഇവിടെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പൗതിയായി ആ എന്നെ പൗതിയായി ഇതാ ഇന്റെ അടുത്തുണ്ട് ഇവിടെ ഉണ്ട് എങ്ങനെ ആരെ ഫ്രണ്ട് അല്ല നേരത്തെ ഞങ്ങള് വർത്താനം പറഞ്ഞു ഞാനും എന്താ നിങ്ങള് എന്താ പറഞ്ഞേ ആണോ കല്യാണക്കാരിയാ അതൊന്നല്ല സാധാ ഞാനും ഓരവിടെ അത് ശരി ആരൊക്കെയോ കുറ്റ പറയട്ടെ അതായത് അല്ല നോമ്പ് പറ എന്താ താഴത്ത് നോമ്പ് പറ എന്തൊക്കെ പറയണേ ആ ഒക്കെ കിട്ടി കാണുന്നതാണ് എന്തായാലും ഗൈസ് ഇതാക്കണ ഈ വലിയ വലിയ ഗ്യാപ്പുകളും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് ഞാനോ ഇതാടാ ബെല്ലും കുട്ടി ഇതാക്കി വെച്ചാണ് ലാസ്റ്റ് കേക്ക് അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ വേറെ അയിമ കൂടെ ബെല്ലുമ്മ കൂടെ മഞ്ഞ കളറോ അടിപൊളിയാവും സക്കര ഈ കളറോ നമ്മൾ ആദ്യം വിചാരിച്ചത് എങ്ങനെയാ അറിയോ അതായത് ഇതിന്റെ അടിയിൽ കൂടെ വൈറ്റ് ബോർഡും പാടെ ചെയ്യാനാണ് അത് ആദ്യം ബാക്കിൽ ഒന്ന് പരീക്ഷിച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പാടെ കൊണ്ടുവരുന്നേക്കാലോ അല്ലാന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ ഇതൊന്ന് വിട്ടുന്ന് കാണിച്ചു കൊടുത്താ ഗൈസ് നിങ്ങൾ നോക്കി ആ ഒരു ഭാഗം ഒരു രസമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോക്കിയില്ലേ കുഴപ്പമില്ലാത്തൊരു ലുക്ക് ഉണ്ട് വൈറ്റ് കൊടുത്ത രസം ഉണ്ടാവും നമ്മളടിച്ച രസം ഉണ്ടാവുക അറിയില്ല നമ്മളടിച്ച രസം ഉണ്ടാവില്ലെന്ന് അറിയില്ല അത് നോക്കി അപ്പത്തേന് പെയിന്റ് അടി ഫുള്ളായി കാണല്ലേ നബീലൊക്കെ കാര്യമായിട്ടില്ല പെയിന്റ് അടിയാ നബീലൊക്കെ പ്രൊഫഷണൽ അതെ നബീലിന്റെ പാപ്പ പണ്ട് പെയിന്റിങ് ആണോ പക്ഷെ മകൻ പെയിന്റിങ്ങാരനല്ലോ മകൻ മറ്റേ മൈജിരി ഷാജിഖാന്റെ അണ്ടറില് ഈ ഗ്യാപ്പൊക്കെ നല്ലോണം ആയിക്കോട്ടെ കേട്ടോ അത് ചെറിയ പ്രശ്നം അടിക്കണം എന്തായാലും കഴിച്ച് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇമ്മമ്മ എവിടെയാ നോക്കട്ടെ കേട്ടോ ഇമ്മമ്മ എവിടെ ഇമ്മമ്മ വെള്ളം മുക്കുക അല്ല ഇമ്മമ്മക്ക് എന്താ ഡ്രസ്സ് തിരുമ്പേ ആണോ ആ ആയിക്കോട്ടെ ഇമ്മമ്മ ഇപ്പൊ തയ്ച്ചാൻ ഒരു മാക്സിന് തയ്ച്ചാൻ കൊടുത്തിന് അത് കൊണ്ടുവന്ന് തന്നു അപ്പൊ അത് ഇമ്മമ്മ തിരുമ്പിക്കൊണ്ടിരിക്കാണ് പിന്നെ ആരില്ല ഇപ്പൊ പണിക്ക് ഈ ഭാഗം വൃത്തിയാക്കി അത് നല്ല മുന്നേറ്റം ഉമ്മ ഈ സീറ്റൊക്കെ മാറ്റി ഈ മാല ഇത് മാറ്റണം ഈ സാധനങ്ങളൊക്കെ മാറ്റി എല്ലാം മാറ്റി ഇതൊക്കെ മാറ്റിക്കോളി കാരണം മാലാറുണ്ടോ ഒക്കെ ഒന്ന് ചൂലൊണ്ടൊന്ന് അടിച്ചോളി കേട്ടോ ഓക്കെ ഉണ്ട് പെയിന്റ് ഉണ്ടാവും അടിച്ചോളി സുഹൈല് കേസ് ഇവിടുന്നാണ് തുടങ്ങിയിരിക്കണേ വാട കുറച്ചൊക്കെ ഉണ്ട് ടൈമ് കൂടെ എന്താ എന്താ കാട്ടണ് മുന്നേ ഞാൻ ഇട്ടിരിക്കണ കൈസ് ഇപ്പത്തെ കണ്ട് തെറിച്ചാണ് ഞാൻ ഇന്ന് തോണ്ടിയെടുത്തോ ഇവിടെ കൈ വെച്ചിട്ട് കൈസ് ഭയങ്കര നോട്ടെ അതെ എടാ ഫസ്റ്റ് ടൈം അല്ല അതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു അത് സമ്മതിച്ചിരിക്കുന്നു ആ കളയാണ് പിന്നെ എല്ലാരും കൈസ് ഓരോ ഭാഗത്ത് കൂടെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട് ഇതിന് മോൾ കൂടെ ഒരു കോട്ടിയും കൂടി വരാൻ ചാൻസ് ഉണ്ടാവും ആകെ ഒറ്റ 10 റബ്ബറുള്ള ഇവിടെ എവിടെയൊക്കെ എടുത്തേച്ചാണ് എന്ത്
എനിക്കറിയില്ലല്ലോ. അവിടെ ഇനിയിപ്പോ ഞാൻ പറയും പാട്ടലും ഉണ്ട്. നമുക്ക് പുതിയ പെന്റെ ആവശ്യമില്ല, ഇതന്നെ മോഡിഫൈ ചെയ്താൽ മതിയില്ലേ? ഇതന്നെ സെറ്റപ്പ് ആക്കല്ലേ. ഓക്കെ, അങ്ങനെ ഉണ്ടാവും. പിന്നെ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കും. അതെ, ഓരോ വ്ളോഗിലും ഓരോതാ. ഇതിന്റെ ബേക്കറി കഴിച്ച അടുത്ത് വീട് പുതിയ ഉണ്ടാക്കാൻ അവിടെ അതിന്റെ തൊട്ട് മുപ്പത്തെ വീട്ടില് അതൊന്നും മിരിക്കണം. പുതിയ വരാ എവിടെയും നിറച്ച് കിടാറുന്നില്ലേ? എന്തായാലും ഗൈസ് കാര്യമായ പെയിന്റ് അടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഉണങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റും എങ്ങനെ ഉണ്ടാവുന്നില്ല. ഇത് ഒരുപാട് നാളായി നമ്മളിങ്ങനെ അടിക്കണം വിചാരിക്കണത്, പക്ഷെ അത് ഇന്നാണൊന്നും നടന്നത് പറഞ്ഞില്ലേ? എവിടെ അതിലുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. മറ്റേത് ഓനെ മുന്നേ അങ്ങോട്ട് കൊണ്ടുപോയി. ഇവിടെ നിലത്തൊക്കെ ഉണ്ട്, മോട്ട് അത് ഒന്ന് തോണ്ടിയെടുത്തോണ്ടി. എന്താ പറഞ്ഞേ? മുന്നേ മേത്തൊക്കെ അടിച്ചിട്ട് മുന്നേ ബോഡി മൊത്തം വെളുപ്പിച്ചിട്ടുണ്ട്. സാക്കിറോ എന്തിനാ എന്നെ വിളിച്ചത്? ഞാനവിടെ നല്ല മതി കടന്നുറങ്ങല്ലേ. ഗൈസ്, ഇന്ന് ഞങ്ങളെ നാട്ടിലത്തെ മാട്ടുമത്തെ തുറവി ഇന്നാണ്. അതായത് നാട്ടിൽ ചെക്കന്മാര് തുറവി എന്നെ മാട്ടി വെച്ചിട്ട് നടത്തണേ. മാട്ടുമത്തെ തുറവിന്ന് പറയാ. മാട്ടുമ തുറവി അല്ലേ? നമ്മള് മാട്ടുമ തുറവിന്ന് അറിയില്ലേ? ഗൈസ്, ഞങ്ങളെ നാട്ടില് ഒരു ചെക്കന്മാരെല്ലാരും കൂടി ഒരു തുറവി വെക്കണ്ട. അപ്പൊ അതിന്റെ പരിപാടി ഉണ്ട്. അപ്പൊ അതിന്റെ പണിയും കുറെ നാട് ചെക്കന്മാരൊക്കെ അവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ കാര്യം പറഞ്ഞത്. അന്യനോ കോലുണ്ടല്ലോ. ആടാ കോലുണ്ട്. കോലൂരിട്ടാണേ ഫുൾ സെറ്റപ്പ് ഉണ്ട്. എങ്ങനെടാ ഇത് ഒന്ന് മുക്കിയിട്ടൊന്ന് ഇതാക്കിയാൽ മതി. ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും സാധനം. വെള്ളമല്ല, സോറി, പെയിന്റ്. എന്തായാലും ഗൈസ് അടി നടന്നുകൊണ്ടിരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഒന്ന് ലെവലായിട്ട് ഒന്ന് ബാക്കി നോക്കാം. ചെക്കന്മാർ കോല ഫിറ്റ് ചെയ്യലാണ്, അല്ലെ കമ്പനി ആയുമ്പോ കോലൊന്നും കൊടുക്കൂല. ആണിയല്ല, മറ്റേ സ്ക്രൂടാ. ഒരു മയത്തിലൊക്കെ ചെയ്താൽ മതി. ഫുൾ സെറ്റ് ആയില്ലേ? മുന്നേ എന്റെ പെയിന്റ് പെരക്ക് അടിച്ചണോ? അതല്ലേ വെള്ളം ആവശ്യം ഇല്ലല്ലോ. സെന്റർ കൂടെ ഒരു ഡിസൈൻ വരുമ്പോ സെറ്റ് ആവടാ. അത് മഞ്ഞ് വരും. ഈ മറ്റേത് ഏത്? അതൊക്കെ മറ്റേ ലൈനും കൂടി ഒന്ന് വരണ്ടേ, അപ്പോഴല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. നോക്കട്ടെ. ഞാൻ പറയുമ്പോ മുന്നേ ഇതെന്താ വെച്ചാല് ഈ സാധനം കൊണ്ട് ഒന്നുകൂടെ മുക്കിയാൽ മതി, മുക്കി അടിച്ചാൽ മതി. അപ്പൊ ഒരു കട്ടിങ് കിട്ടും. ഇതുകൊണ്ടല്ലേ? അതുകൊണ്ടൊന്ന് മുക്കി അടിച്ചാൽ മതി. പിന്നെ ഒരു കട്ടിങ് കിട്ടും. അത് നമുക്ക് ലാസ്റ്റ് കോട്ടിങ് അങ്ങനെയൊക്കെ. അവിടെ ഗൈസ് നല്ല പണി എടുക്കുന്നുണ്ട്. സുഹൈലല്ലേ? മറ്റേ നബീലിന്റെ കമ്പനിക്കാരനാണ്. സുഹൈലാണ് ഗൈസ്. നല്ലോണം കിട്ടാണ് ഗൈസ് പണി എടുക്കുന്നത്. ഷൂ ആണ്. ഷൂ ഇപ്പൊ മാറ്റിയിട്ടുള്ളൂ. രാവിലെ ഓടാൻ വന്നാണ് ഇത്. ഞാൻ ആരും കുറ്റം പറയണില്ല, എല്ലാരും നല്ല പണിയിലാണ് കേട്ടോ. അതെ, എന്താണോ പെട്ടതാണ് ഞാൻ. എനിക്ക് ഞാൻ അറിയട്ടെ, ഞായറാഴ്ച അല്ലേ അപ്പൊ അന്നിപ്പോ ഏതാ ലീവ് അല്ലേ, ഇന്നിപ്പോ ഓരോടെ പറയാൻ പോവാന്ന് കല്യാണം പറയാൻ പോവാന്നുള്ളൊരു മട്ടത്തിൽ നിക്കേനി. വന്നപ്പോഴോ പട്ടിപ്പണി. ഇവിടെ തുറവി വെക്കണമെന്ന് വെച്ച് നല്ല ആക്കി തിന്നോണ്ടി എല്ലാം. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞിട്ടില്ലേലും മാടകില് തിന്നോട്ടാ കേട്ടോ. അല്ലെ പാർസലും കൊണ്ടുവന്നറിയണല്ലേ? അതെന്തായാലും ഉണ്ടാവും, കാരണം നമ്മളെ പേരല്ലേ. നമ്മളെ പേര് നമ്മൾ തിന്നിട്ടില്ല. നമ്മളെ ഇവന്റും അഹങ്കാരാണ്. അല്ല അത്രയ്ക്ക് വേണ്ടി നമ്മള് വരാക്കണ്ടായിരുന്നു. അല്ലെ പിന്നെ ഇവിടുന്ന് ഇറങ്ങൂലെന്ന് പറഞ്ഞതേ. എങ്ങനെ മാ നിങ്ങളെ പോലെ ഉള്ള ഞങ്ങൾക്ക് ഒരു ഒന്നും പറയണില്ല മുന്നേ. ഞാൻ നബീല, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, അർഷു നബീല് മുന്ന ഇതാണ് കോളി. എന്തായാലും തല ആരുതേക്കാരോ മുന്ന മുന്നന്റെ തല തല മുണ്ടുണ്ട്, ഉടലുണ്ട്, ബാക്കി പോലെ ബാക്കി മറ്റേ പറയാം. അല്ലെങ്കിൽ എല്ലാത്തിന്റെ ലൈലത്ത് മുന്നാണെന്ന് പറയലില്ലേ? മുന്നുണ്ടോ അവരൊക്കെ ഉണ്ടാവും. അതെ അതെ അതെ. കണ്ടില്ലേ?
അങ്ങനെ ഗൈസ് നോക്കി എല്ലാവരും ഒന്ന് നോക്കി എങ്ങനെയുണ്ട് നമ്മളെ വർക്ക് ഇതാക്കണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കി അവിടെയും കൂടിയും ജസ്റ്റ് ഒന്ന് ഫില്ല് ആവാനുണ്ട്. അവിടെ സുഖയിൽ ഒറ്റക്കുള്ളൂ. ഒരു പണ്ടത്തെ ഒരു വൈബൊക്കെ പോകുന്നുണ്ട് അല്ലേ? സെറ്റാക്കി എടുക്കല്ലേ നമ്മളെ ജനാലി നമ്മൾ ഉദ്ദേശിക്കുന്നത് മഞ്ഞയാണ്. അവന്പാടെ വന്നു കഴിഞ്ഞാൽ ഒരു സെറ്റ് ആവും. എങ്ങനെ ഇതേ കളറിനെ ഇതേപോലെ ആക്കിയിട്ട് വെള്ളയും ഇതൊക്കെ ആണോ? അതിനെ നമുക്ക് നോക്കാം. എന്നാ ഇനി മോണ്ട ഇവിടെ ഒന്ന് അടിച്ചു കഴിഞ്ഞോട്ടല്ലേ? എന്നിട്ട് നമുക്ക് ഇതൊന്ന് സെറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി ഇതാക്കല്ലേ? എടാ മെല്ലെ അടിച്ചടാ. അടിച്ചിന്റെ എഫക്റ്റ് ആണ് മോന്തമ്മക്കൂടി കയ്യുമ്മക്കൂടി. എടാ അവിടെ ആണിണ്ട് കേട്ടോ തെറിച്ചു നോക്കിക്കോ. അവിടെ ഒരു ആണിയൊക്കെ ഉണ്ട്. അതാണ് ആ തട്ടി തെറിച്ചണേ. ഒരു മയത്തിലൊക്കെ ഉണ്ടായിക്കളാ. നബീലുണ്ടോ പ്രൊഫഷണൽ മൈക്ക്? പക്ഷെ അറിയൊന്നുമില്ലേലും പ്രൊഫഷണലിന് യാതൊരു കുറവില്ലായിരുന്നില്ലേ? അറിയുന്ന പോലെ അഭിനയിക്കാം. നമ്മൾ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറി നിന്നൊരു കാര്യമില്ല. ഇങ്ങനെ തന്നെ പഠിക്കാം ചെയ്യാം. കാരണം ഈ പരിപാടി നമുക്ക് എല്ലാ പണി നടക്കുള്ളൂ. എന്തും ഇതിപ്പോ ഇനിയിപ്പോ പൊളിഞ്ഞാടിയാലും ഉമ്മമാർക്ക് വല്ല പ്രശ്നമുണ്ടോ? എങ്ങനെ ഇനി എന്താ ചാടാനെന്ന് പോണ്ട. അത് ശരിയാണ്. പിന്നെ തട്ടി കൊട്ടിയപ്പോ കമ്പിയൊക്കെ കുത്തി കൊട്ടാൻ എങ്ങനെയുള്ള കുത്തിരിക്കാന്ന് പറഞ്ഞു കൊടുത്തിരിക്കുക. അതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. കാരണം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള പെരയാണ്. അപ്പൊ ഇതിനൊരു പെയിന്റ് അടിപാട് വന്നു കഴിഞ്ഞാല് വലിയ പഴക്കം 30 കൊല്ലത്തെ പഴക്കുള്ളൂ. അത് വലിയ പഴക്കല്ലല്ലോ. 30 ഉള്ളൂ. അതായത് ഗൈസ് ഒരു പെയിന്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ തന്നെ ഉണ്ടല്ലോ ഒരു പുതിയ പേരിന്റെ ഫീൽ കിട്ടും. അത് നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ടാവും അല്ലേ? നമ്മളെ പഴയ പേര മാറി പുതിയ പേര് അയക്കണം ഗൈസ്. അല്ല എന്നാലും നമ്മള് മോഡിഫിക്കേഷൻ യാതൊരു കുറവും വരുത്താൻ പാടില്ല. അതെ എങ്ങനെയമ്മ എങ്ങനെയമ്മ പാർക്കല്ലേ? ആ ഒരു ഇതില്ലേ MVD ബുക്ക് അറിയില്ല. എന്തായാലും ഗൈസ് പെയിന്റ് അടിച്ചിന് ഗൈസ് നമ്മൾ RT ഓഫീസിൽ പോയി എന്തെങ്കിലും കൊടുക്കണം. കൊടുക്കണം മമ്മയോട് ചോദിച്ചു നോക്ക്. മമ്മ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പെയിന്റില്? പെയിന്റ് അടിച്ച് നോക്കിയില്ലല്ലോ. അപ്പൊ നമുക്ക് അറിയില്ലല്ലേ? നമുക്കറിയില്ല. ഇനി ചോദിച്ചു നോക്കാം. പഞ്ചായത്ത് മെമ്പറെ കണ്ടിട്ട് ചോദിച്ചു നോക്കാം. ഇത് നമ്മളെ പേരപ്പനി തേച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാ. മുന്നേ നമ്മളൊരു പണി ഏൽപ്പിച്ചാണ്. ആദ്യം ഓന് ഇവിടെ വെക്കാന്ന് പറഞ്ഞു. അവിടെ പകുതിയാക്കിയത് അങ്ങോട്ട് പോയി. അവിടെ പകുതിയാക്കിയിട്ട് കഴിച്ച് പിന്നെ ഇങ്ങോട്ടേ ഇവിടെ പകുതിയാക്കിയിട്ട് അങ്ങോട്ടേ പോയിക്കണേ. എടാ കംപ്ലീറ്റ് ചെയ്യടാ ഏതെങ്കിലും ഒന്ന്. കോട്ടിങ് അടിച്ചാ പറയില്ലേ? അടിച്ചു ഇല്ല. അപ്പൊ ഇപ്പുറത്ത് ഇതാക്കണേ. ഇവിടെ അടിച്ചു പോരി അടിഭാഗം ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ട് അവിടെ അടിച്ച കുഴപ്പമുണ്ടോ? അതന്നെ പറഞ്ഞു പകുതി പണി എവിടെയൊക്കെ അടിച്ചത് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി നിങ്ങള്. ആര് സുഹൈലല്ലേ? സുഹൈല ഓനക്ക് തന്നെയാണ് പറഞ്ഞില്ലേ? അത് നല്ല സുഹൈല് നല്ല കാര്യമായിട്ട് പണിയെടുക്കണ്ടല്ലേ സുഹൈലെ? ദേഷ്യം കൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. അതാണോ ഓൻ പെയിന്റ് പണിക്ക് പോയതാണെന്നാ പറഞ്ഞേ. ഓന് സാക്കറൊക്കെ പെയിന്റ് പണിന്റെ ആശാനാണ് അല്ലേ? എങ്ങനെമ്മ കല്യാണം ഓൻ്റെ അല്ലേ? വിളിച്ചിട്ടില്ലേലും കേറി വലിഞ്ഞു ചെല്ലുന്ന പറഞ്ഞേ ഇവന്റെ ഒക്കെ കല്യാണത്തിന് കേട്ടോ. എന്തായാലും ഗൈസ് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ. ഇതിന്റെ കുറച്ച് കഴിഞ്ഞ ലുക്കും കാര്യങ്ങളും എന്താവും നോക്കാം. അതൊക്കെ ഒന്ന് അടിച്ചും സെറ്റ് ആക്കട്ടെ എന്തായാലും. അങ്ങനെ ഗൈസ് നമ്മളതാക്കണേ ഈ മുമ്പാകം ഏകദേശമാണ് മോണ്ടാ. അങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തിരുന്നില്ലേ? മുമ്പാകത്ത് ഗൈസ് നമ്മളൊരു വൈറ്റും പാട ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഉണങ്ങണം. പിന്നെ സൈഡ് ഇപ്പോ മുന്നേ എല്ലാവരും ഇങ്ങനെ വർക്ക് കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റിനായിട്ട് ഇരിക്കാണ് ഗൈസ്. അതെ ഞാൻ ഇവിടെ ഗൈസ് ഈ ജനലിന്റെ ബ്ലാക്ക് കൊടുത്തോണ്ടിരിക്കാണ് ഓരോരോ പണി ചെയ്യാന്. ഞാൻ അടുത്ത ഗൈസ് ഇവിടെ കണ്ടില്ല നിങ്ങളൊരു നീല അത് നമ്മളൊരു മഞ്ഞ കളർക്ക് മാറ്റണം. അമ്മ അപ്പൊ ഉറങ്ങാൻ പോയതാണ്. ഇപ്പോഴാണ് പൊന്തിയത്. മറ്റന്മാര് പോയി നബിയിലും അതേമാതിരി സുഹയിലും പോയി. ഒലി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞു. എടാ ഇവിടെ ഒലിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഗൈസ് നല്ല പണി എടുത്തു. അതെ എല്ലാവരും നല്ല പണീനെ എടുത്താണ്. ഇവിടുത്തെ നമ്മൾ ഈ ഭാഗം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഏകദേശം ഒരു ലെവലാക്കിയിട്ട് നമ്മൾ നേരെ ഇപ്പുറത്തെ ഭാഗത്തേക്കും കൂടി വന്നീന്. ഞാൻ ഇവിടുത്തും കൂടി കാട്ടിത്തരാം. ഇവിടെ ഈ സ്ഥലം പറഞ്ഞാൽ കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാക്കണേ ഏകദേശം ലെവലിലൊക്കെ ഇങ്ങനെ ആക്കിയാണ്ട് ഇപ്പോൾ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതൊക്കെ ഓരോരുത്തർ ഇങ്ങനെ റെസ്റ്റൊക്കെ എടുക്കണാക്കണേ. ഇത് ഗൈസ് നമ്മളെ ആരെന്ന് പറഞ്ഞു കൊടുത്താ സാക്കിന്റെ അനിയനാണ്. പേരെന്താ? സിൽസിലെ അന്റെ പേരെന്താണ്? പറേ അന്റെ പേരെന്താണ്? അന്റെ പേരൊക്കെ അറിയില്ലേ? പറടാ ഗൈസ്. ഇപ്പൊ ഇൻട്രോട്ട് ആണ് തോന്നുന്നുണ്ട്. സി എന്ന് പറഞ്ഞാൽ നടക്കണേ. ഇവന്റെ പേര് സിയാദ് എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ബുബന്റെ അഞ്ചനാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവണ്ട. ഏകദേശം ഒരേ ചായയും കൊണ്ടെടുക്കുന്നത് അല്ലേ? ചായ മുഖ ചായ അല്ലേ മാമ?
രണ്ടാളും ഏകദേശം ഇപ്പം എന്നിട്ട് ഓനെ കണ്ടിട്ട് ഇജപ്പളാ കുളിച്ച് മാറ്റിയാണ് വന്നിരുന്നെന്ന് ചോദിച്ചാണ് മമ്മ. വന്നപ്പോ ആക്കണോ വണ്ടി പോയി കുളിച്ചിട്ട് എപ്പളാ വന്നത്, എപ്പളാ കുളിച്ചൊക്കെ കഴിഞ്ഞാണ് വന്നിരുന്നതെന്ന് ആക്കണം. ഇവിടെ ആക്കണം മോട്ടം ജനല് ചെയ്തോണ്ടിരിക്കാണ്. കൊറേ ഇതുണ്ടാ എല്ലാ ജനലും ആക്കില്ല, എല്ലാ ഭാഗത്തെയും അതോ ഫ്രണ്ടത്തെ മാത്രം അങ്ങനെയാണോ? അല്ലല്ലോ, മൊത്തം നമ്മളെല്ലാ പണി എടുക്കണം. ഓക്കെ, എന്തായാലും പണിയെടുക്കട്ടെ ഗൈസ്. നമുക്ക് പെയിന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിൽ കൂടി അടിച്ചണമെന്ന് വിചാരിച്ചിനി, പക്ഷെ നോക്കല്ലേ. ആദ്യം നമുക്ക് പുറം ഭാഗം കൂടി നോക്കിയിട്ട് എന്താ അവസ്ഥ നോക്കിയിട്ട് നമുക്ക് ഉള്ളിൽ കൂടി അടിച്ചാ ഇൻഷാ അല്ലാ. ആ എങ്ങോട്ട് എടാ, നാട്ടിലത്തെ പരിപാടിയും സംഭവം നോമ്പ് തുറയും പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളും ഉണ്ട് കേട്ടോ. ഉണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ. ശരിയാവില്ല പരിപാടി പരിപാടിയോ നാട്ടിലത്തെ? അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പോയിക്കോ. അത്ര നിർബന്ധമാണെങ്കിൽ പോകണ്ട. അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പോണ്ടേ. ഇവിടെ എന്നാ വെള്ളം കിട്ടും ചെങ്ങ, കുടിച്ചാൽ വെള്ളം തരാ ഇല്ല. പിന്നെ ഞങ്ങളെന്തായാലും ഇനി ബാക്കി പരിപാടിയും കൂടി നോക്കട്ടെ. നോക്കണം പെയിന്റ് പണി ബാക്കിയും കൂടിയും തുടങ്ങട്ടല്ല മോണ്ട. കുറച്ചുകൂടി ഈ ജനലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് ഇനി ബാക്കി സെറ്റാക്കാം. ഇവിടെയൊക്കെ ഏകദേശം കഴിഞ്ഞു വന്നിട്ട് ഇതാക്കണം. ഇപ്പോൾ ഈ സാധനം മാറ്റിയാണ്ട് ഇതിൻ്റെ അടിഭാഗമൊക്കെ അടിച്ചാണ്. ഇതൊരു കട്ടിൽപ്പടിയാണ് പണ്ടത്തെ. അപ്പോൾ ഇതിന് ഈ സാധനമൊക്കെ മാറ്റിയാണ്ട് അതിൻ്റെ ഉൾഭാഗമൊക്കെ ഇങ്ങനെ അടിച്ചാണ്ട് ഇതാക്കുന്നുണ്ട്. ഇമ്മയും കൂടി ആക്കണം. ഇവിടെ ബാക്ക് ഭാഗത്ത് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് വെള്ളം നമ്മൾ നിറച്ചാണ്ട് ഇവിടെ വെക്കല്, അതായത് കിണറ്റിൽ നിന്ന് മോട്ടർ അടിച്ചിട്ട് വെള്ളമൊക്കെ ഇവിടെ വെക്കല്. അപ്പോൾ ഈ വെള്ളക്കുപ്പിയും വെള്ളത്തിൻ്റെ പാത്രങ്ങളൊക്കെ മാറ്റി വെക്കണം. കാരണം ഇവിടെ നിന്ന് അടിച്ചാൽ വേണ്ടിയിട്ട് ഫ്രീ ആക്കി വെക്കുകയാണ്. മോട്ടറിന് അവിടെ ഫ്രണ്ടിൽ തന്നെയാണ്, അവിടെ പണി തന്നെയാണ്. ഞങ്ങൾ വെക്കണം ഇവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. മുന്നേ എങ്ങനെയുണ്ട് പണി? എന്തേലും പറയടേ. അടിപൊളിയില്ലേ? ഇനി വെള്ളം അടിക്കണ്ടാവോ? നമ്മള് ചെയ്തോണ്ട് പറയാല്ല, സംഭവം അടിപൊളിയായിക്കണേ. ആർക്കെങ്കിലും പെയിന്റ് അടിച്ചാണെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അല്ലേ? പിന്നെ അതെ സാക്കറേ, ഇതേപോലെ ആക്കി തരും. ഏത് നല്ല പേര് ഇതേപോലെ ആക്കി തരും. പോടാ, ആരാണേ ടിന്നറാക്കിയാൽ മതിയല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അടിച്ചോ പോയിക്കോട്ടെ അല്ലേ? അതാകുമ്പോ പിന്നെ പ്രശ്നമല്ലല്ലോ. മമ്മ എങ്ങനെയുണ്ട് ഈ സൈഡ് നമ്മൾ അടിച്ച് വന്നോണ്ട് നിന്നിട്ട്? രസമുണ്ടല്ലേ? മറ്റേ ഒരു ഇതൊക്കെ നമ്മൾ പോയാണ്ട് കുറച്ച് അടിപൊളിയാവുണ്ടല്ലേ? നമ്മൾ വിചാരിച്ചു ഇതുമ്പോ നിക്കുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ അങ്ങനല്ല, സംഭവം സെറ്റ് ആയിക്കണല്ലേ? അത് കഴിച്ചണോ? അത് കഴിച്ചേണ്ടി വരും, കാരണം മറ്റേ അവിടെ പെയിന്റ് അടി വരുന്നുണ്ട്. അതിനും കൂടിയും കൂടി കൊടുക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നാവും. കാരണം ഈ ഗ്യാപ്പൊക്കെ നമ്മൾ ആ ബ്രഷ് ഉപയോഗിച്ചിട്ടാക്കണം. ബാക്കിലൊക്കെ നമ്മൾ റോൾ കൊണ്ട് ഇങ്ങനെ ഇതാക്കുകയാണ് ചെയ്തീനെ. ഇതും കൂടി എന്തായാലും ആക്കി നോക്കട്ടെ. ഇനി അങ്ങനെ കഴിച്ച് നമ്മളെ ചെറുക്കന്മാരെല്ലാവരും പോയി, മുന്നേ പോയി, എല്ലാവരും പോയി. ഇപ്പോൾ ഞങ്ങൾ കഴിച്ച് 4 ആൾക്കാരായി. നമ്മളെ പണി എന്തായിരുന്നു കാണിച്ചു കൊടുക്ക് ഗൈസ്. അതാണ് ഇപ്പോൾ നമ്മളെ പണീൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്, എങ്ങനെ ഉണ്ടെന്ന്. രസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗൈസ് ഇങ്ങോട്ട് നോക്ക്. ഗൈസ് രസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രസം ഉണ്ടെന്ന് പറയണം അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വർക്ക് എന്താ അറിയോ? ഇനിയിപ്പോൾ ഗൈസ് ഈ ജനാലിയും വാതിലും അതേപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്ത് ജനാലൊക്കെ നമുക്ക് മഞ്ഞ കളർ അടിക്കാനുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത് കാണിച്ചു കൊടുക്ക്. ഈ ഭാഗവും ഗൈസ് നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ അടിച്ചിരിക്കണം കേട്ടോ. അത് നല്ല നീറ്റുണ്ടല്ലേ കാണാൻ. ഞാൻ ഗൈസ് ആ ജനാലൊന്നൊരു മഞ്ഞ കളറും പാടെ ഉണ്ടായാലേ ഒന്നും പാടെ രസം ഉണ്ടാവും. നമ്മൾ കരുതാണ് നമ്മൾ ഗൈസ് ഈ 2 ഭാഗം അടിച്ചിട്ടുള്ളൂ. ഇനിയുണ്ട് അപ്പുറ ഭാഗമുണ്ട് പെയിൻറ്റ് കഴിഞ്ഞിരിക്കണ്. അത് നമ്മൾ നാളെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അത് നമ്മൾ സാവധാനം അടിക്കും. ഇനിയിപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇമ്മാക്കും ഉമ്മക്കുള്ള പണി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സാധനമല്ലേ. ഞാൻ പിന്നെ ഗൈസ് ഇതൊക്കെ ഇതാക്കിക്കണേ. ഇതിന് ഉണങ്ങാൻ കുറച്ച് ടൈം വേണം. പിന്നെ നമ്മൾ മഞ്ഞ അടിക്കണമെന്നുണ്ടെങ്കിൽ 4-5 കോട്ടിങ് അടിക്കണം. അതിന് ആദ്യം നമ്മളിവിടെ വെള്ളം അടിച്ച് വെച്ചിരിക്കണം. അതായത് മഞ്ഞൊന്നും പാടെ ഉദിച്ച് കാണാൻ വേണ്ടിയിട്ട് വെള്ളൻ്റെ ഒരു കോട്ടിങ് അടിച്ചിരിക്കണേ. ഇതിൻ്റെ മുകളിൽ കൂടെ മഞ്ഞ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഉദിച്ച് കാണും. എന്നാ അമ്മമ്മ ഈ പരിപാടി ഇതാ ഈ ബോർഡ് കിട്ടോ. അപ്പൊ ഇവിടെ അതന്നെ അത് ഫുള്ള് കറുപ്പ്. ഈ ലൈന് ഫുള്ള് ഇങ്ങനെ കറുപ്പ് പോവാ. ഇതും ഈ 2 ഫുള്ള് കറുപ്പാക്കി പോവാ. ഇതുമൊക്കെ ആക്കാതെ ഇതും കൂടി അടിച്ചാണ്ട് പോവാ. നമ്മൾ പണി തുടങ്ങാൻ പോവാണ്. അതന്നെ ഇഷ്ടംപോലെ പെയിന്റ് വെക്കണ്, കറുപ്പ് വെക്കണ്, അതിക്ക് കൂട്ടാനുള്ള സാധനം വെക്കണ്. കൂട്ടി കൊണ്ടോ ഞാൻ കൂട്ടി എനിക്കും അങ്ങനെ കൂട്ടിന്റെ അറിയില്ല. കൂട്ടി പണ്ട് കാവ്യ കടിച്ചു. അമ്മമ്മ കൂട്ടി തരും മക്കളെ. കൂട്ടാൻ അറിയില്ല. കാവ്യ ഇമ്മല്ല പണ്ട് കാവ്യ. ആണോ? ഞാൻ നിങ്ങൾക്ക് 2 ആൾക്ക് അടിക്കണം. ഒരാൾ അടിക്കുമ്പോ ഒരാൾ നോക്കിക്കരുത്. ബ്രഷും സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ തന്നെ അത്രയ്ക്ക് കട്ടി കാണുന്നില്ല. മേൾക്കാക്കാതാക്കി പിന്നെ ആദ്യം ഇങ്ങനെ കാട്ടി നോക്കി അതിങ്ങനെ പോവാ. കട്ടി വേണ്ട. കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പരത്തിയാൽ മതി. അല്ലെ അമ്മമ്മ അയിക്കൂടി ആക്കരുത് കേട്ടോ. ചുമരുമ്മക്ക് ആക്കല്ലേ.
ആദ്യം സൈഡ് അങ്ങനെ മെല്ലെ സാവധാനത്തിൽ മതി, ആക്രാന്തം മാത്രം കേട്ടോ. അതല്ല ബേജാറും എപ്പോഴാളും വേണ്ട. അത് ഇത് ഉമ്മാക്ക് വെക്കൂലെന്നുണ്ടെങ്കിൽ അത് ഉമ്മാക്ക് കൊടുക്കുക. ഇത് പരിപാടി പെട്ടെന്ന് കഴിയും. ഇത് നോക്കിയാൽ കേട്ടോ, ഇതന്നെ ഇപ്പൊ എത്ര പെട്ടെന്നായി. പിന്നെ ഞാൻ ഈ അടിയിൽ അടിച്ചു പോന്നാലോ അവിടെ അടി. ആ അടിന്ന് പറയുമ്പോ അത് അടിയത്തത് അത് ഉമ്മി അതേപോലെ തന്നെ ആക്കിട്ടോ. ബേജാറും ബത്തപ്പാടും വേണ്ട, നമുക്ക് സാവധാനം. ബേജാറില്ല, നമ്മൾ തന്നെ ഉള്ളൂ, ഒരാരും ഇല്ല. സാക്കിറും മുന്നേ അവരൊക്കെ പോയി, കാരണം ഓൾക്ക് ഓരോ വീട്ടിലും പരിപാടി ഇല്ല. എത്ര ചെറിയ പടി നിക്കണല്ലടാ. അല്ലെങ്കിൽ മാക്സിമം ഇത്ര ആക്കി തന്നിക്കണോല്. അങ്ങനെ എല്ലാവരും കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിന്നു. ഐറ്റങ്ങളൊക്കെ അതിന് എന്ത് പറഞ്ഞാലും വന്ന് കിച്ചണിട്ടാണ്. ഇങ്ങനെയാണ് പെരക്കാരെ കൊണ്ട് പണിയെടുപ്പിച്ച. അങ്ങനല്ല കേട്ടോ ഗൈസ്, നമ്മളെ പേരിലൊരു പരിപാടി ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാരും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അതാണ് ഇപ്പൊ ഈ പണി ഉമ്മ എന്നാ പറഞ്ഞീന് നമ്മളെ താത്താന്റെ കല്യാണത്തിനില്ലേ, കല്യാണത്തിന് ചെയ്യണമെന്നുണ്ടായില്ലേ? അല്ല അന്ന് ആരും ഇങ്ങനെ ഒരു ഇതില്ല. അന്ന് നമ്മള് ചെറുതാണ്, നമ്മള് ഒരു 4ാം ക്ലാസ് ആ ഒരു പ്രായമായിട്ടുള്ളൂ. നമുക്കറിയില്ല. പിന്നെ ആപ്പാപ്പന്മാരാണ്. ആപ്പാപ്പാര് ഇവിടെ ഇല്ലടാ. എന്റെ അപ്പല്ല പിന്നെ എന്താ പിന്നെ പഠിച്ചാലേ ഇമ്മിയും മമ്മിയാണ്. ഒക്കെ ഗൾഫിലിരുന്ന് കരയാ കുട്ടികളെ കല്യാണത്തിന്. നാട്ടില് സ്വന്തം മക്കളെ കല്യാണത്തിന് ഒരു ക്ലിയർ ആയതുകൊണ്ട് ചടപ്പുണ്ടാവും ഇവിടെ, ഭയങ്കര തെളിഞ്ഞ് കാണുന്നോണ്ട് എങ്കിലും ബോറുണ്ടാവും ഇവിടെ. കറുപ്പടിച്ച് കഴിഞ്ഞാല് അതൊന്നും ഉണ്ടാവില്ല. അത് അടിച്ചു കഴിയുമ്പോ കണ്ടോണ്ടി നല്ലൊരു വൈബാവും തോന്നുന്നുണ്ട്. ഉമ്മ ഇടത്തെ കൈ കൊണ്ട് ആണ് ഉമ്മ ഇടത്തെ കൈയല്ലേ? രണ്ട് കൈയും പോകുമ്പോ 2 കൈയിട്ടും ഇടത്തെ പാടാണ്. കത്തി കുടിച്ചാണ് കാര്യമായിട്ട് ഇടത്തെ കൈ കത്തി പിടിച്ചാന്. പെയിന്റ് അടി മാത്രം വലത്തെ കൈയോ? അങ്ങനെയൊന്നുമില്ല, 2 കൈ അങ്ങനെയൊന്നുമില്ല, ഒക്കെ പോകുന്നതാണ്. നിങ്ങൾ കൊണ്ടാ ഞാൻ എടുക്കട്ടെ. കൊടുത്തോളാം, മാറിക്കോളും. നോക്കി ആക്കട്ടെ മാമ. കറുപ്പ് എങ്ങനെയുണ്ടാ? ബോറുണ്ടോ കറുപ്പ്? രസമുണ്ടോ? ഇതേപോലത്തെ ഏതൊക്കെ പേര കണ്ടിരിക്കണ് നിങ്ങൾ കണ്ടിട്ട് എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യൂട്ടോ. ഇത് കഴിച്ച് നമ്മളെ മനസ്സിലുള്ളൊരു പ്ലാനാണ്, വേറെ ഒന്നുമല്ല. ഇപ്പം എന്തായാലും കഴിച്ച് ബാക്കിയുള്ള പണിയും പടം തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാവധാനം നമ്മളെ പേരിൽ കുരങ്ങന്മാർ വന്നു കേട്ടോ. ഞാൻ കാട്ടിത്തരാം, കാണുന്നുണ്ടോന്ന് അറിയില്ല. ഇതാക്കണ കണ്ടോ, കുരങ്ങന്മാരുണ്ട് കഴിച്ച്. ചെറിയ കുട്ടികളും തള്ളാളും എല്ലാവരും ഉണ്ട്. ഇതാക്കണ ഇതാണ് ഗൈസ് കുരങ്ങന്മാർ. അവിടെ ഒരു ഇതുണ്ട്, ചക്കമരം ഉണ്ട്, അയിമക്ക് തിന്നാൻ വരുന്ന കോഴിക്കളാണ്. കുരങ്ങന്മാരാണ്. പെയിന്റ് അടിച്ചപ്പോ എന്ത് രസം കാണാൻ. ഇത് നോക്കിയാ നിങ്ങൾ തന്നെ ഗൈസ് ഒന്ന് നോക്കി നോക്കി, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. കാരണം അത് ചുവന്ന് കിടക്കുക. ഇനി ഇവിടെ വൈറ്റ് അല്ല, ഈ വൈറ്റ് തന്നെ വന്നിട്ട് രസമുണ്ടല്ലേ? വൈറ്റ് മഞ്ഞ വരുമ്പോ ഒന്നുകൂടി രസമുണ്ടാവും. നിങ്ങളെല്ലാവരും കമന്റ് ചെയ്യട്ടെ ഗൈസ് എങ്ങനെയുണ്ടെന്ന്. ഇനിയിപ്പോ ഗൈസ് നമ്മളെ പേര ഒരു പുതിയ പേരാണ്. അതായത് ഇവിടുന്നൊക്കെ ഇങ്ങനെ ഇവിടുന്നൊക്കെ ഗൈസ് ആൾക്കാർ നമ്മളെ പെരേക്ക് കയറി വരുമ്പോഴേ എടാ ഇവിടെ എന്തോ സംഭവല്ലേ അതന്നെ ഒരു നല്ല, അതായത് ആൾക്കാർ കാണുന്ന ഭാഗം നമ്മൾ നീറ്റാക്കിക്കണേ. ഇതുണ്ടല്ലേ അതും ഇതും. അങ്ങനെ ഗൈസ് നമ്മൾ വിചാരിച്ചതിലേറെ അടിപൊളിയായിട്ട് നമ്മളെ പരിപാടി കഴിഞ്ഞു എന്നും പറയാൻ പറ്റൂല, കഴിയാനായി എന്നാണ് പറയാ അല്ലേ? കഴിയാനായിന്ന് പറയുമ്പോ ഈ ഭാഗമൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ അങ്ങേ സൈഡ് അങ്ങനെ സൈഡ് ഗൈസ് എടാ ഒന്ന് കാണിച്ചു കൊടുക്കും. ഇതാണ് ഗൈസ് നമ്മളൊരു ഫൈനൽ ലുക്ക് വരാൻ പോകുന്നത്. നമ്മൾ നിലത്തും ഗൈസ്, അതായത് അടിയത്തെ ആ ഒരു തിണ്ട് കണ്ടില്ലേ, അടിയിൽ തിണ്ട് ഇങ്ങനെ പോകണ്ടില്ലേ, ആ തിണ്ടും കറുപ്പാക്കും. പിന്നെ ഇവിടെ വെക്കണം ഈ ഭാഗമല്ലേ, ഈ ഭാഗം കഴിച്ച് നമ്മൾ ഈ കളർ തന്നെ അടിക്കും. അപ്പോൾ ഇത് ഞങ്ങൾ താഴെ റോട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ നോക്കുന്നുണ്ട് കഴിച്ചു. അപ്പോൾ ഞാൻ ജസ്റ്റ് താഴത്തേക്ക് ഇറങ്ങി നോക്കി. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് എടാ അപ്പേരൻ്റെ കളർ അടിപൊളിയായി, കളർ ഏത് കളർ അടിച്ചത്, കളർ നല്ല കളർ തന്നെ ആയിട്ടോ. കാരണം ആ റോട്ടിൽ നിന്ന് നോക്കാണ്ടല്ലോ, കാരണം ഇവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചോണ്ടേ പക്ഷെ അവിടെ കണ്ടില്ലേ മരങ്ങളൊക്കെ മുറിച്ചു. കാരണം ഓലെ പേരെ നല്ല തെളിച്ചായി അവർക്കൊക്കെ. മറ്റേ നമ്മളെ പേരോടെ ഉണ്ടെന്ന് അറിയില്ല. പിന്നെ കഴിച്ച് ഒന്നാമത് ഇവിടുത്തെ ഈ ഷീറ്റും പാടാണ് പോയപ്പോഴേ നല്ലൊരു ക്ലിയർ ആയി, ഓപ്പൺ ആയി. രാവിലെ കുറച്ച് മുട്ട വെയിലാണെന്നുണ്ടെങ്കിൽ പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ രസമാണ്. ഈ ടൈം ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞന്റെ കുറവുണ്ട്, ആവുമ്പാടൊന്ന് ക്ലിയർ ആക്കാനുണ്ട് കേട്ടോ. കാരണം എന്താ അറിയോ, ആദ്യം വൈറ്റ് അടിച്ചിട്ട് വേണം മഞ്ഞ അടിച്ചാൽ, എന്നാലേ കളർ എടുത്ത് കാണുള്ളൂ. അതിന്റെ നമ്മൾ വൈറ്റ് ആദ്യം അടിച്ചിട്ട് മഞ്ഞ എടുത്ത് എടുത്ത് കാണുന്നുണ്ട്. ഇതല്ലാതെ അടിച്ചിട്ട് ഇതാവണല്ലോ അല്ലേ? ഇത് കണ്ടപ്പോ എന്താ അറിയോ, നമുക്ക് ഉള്ളുംപാട് അടിച്ചാലോ ഒന്ന് ഒരു തൊരണ്ട് ഉള്ളും കൂടി അടിച്ചാലോ എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ പേരെങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ ആടിയാന്ന് തന്നെ തോന്നുന്നില്ല. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ഉള്ളത് ഇതിമ്മ കൗക്കോലൊക്കെ ഫുള്ള് മരത്തിന്റെയാണ്. നമുക്ക് അതൊക്കെ മാറ്റിയിട്ട് കമ്പിൻ്റെതാ ഇതേപോലത്തെ അടിപൊളി കമ്പിന്റെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓലെ പേര് അതാ നമ്മളെ വൈ തന്നെയാണ് കഴിച്ച്. അവിടെ കണ്ടില്ല നിങ്ങളൊരു പേര, അതും നമ്മളതേപോലത്തെ പേരാണ്. പക്ഷെ ഓലത് എന്താണ് ഈ കമ്പി അല്ലിട്ടീന് കമ്പി ഇട്ടു. ഓലത് കഴിച്ച് കമ്പി ഇട്ടത്. അപ്പൊ ഓലിപ്പോ പൊളിച്ചിക്കാണ്, ഓർക്ക് പുതിയ പേര് വെക്കണോണ്ട് പഞ്ചായത്ത് നിന്ന് വരെ കിട്ടിയോണ്ട്. അപ്പൊ അതേപോലെ നമുക്കും സ്വന്തം പേര്. അപ്പൊ അതേപോലെ കഴിച്ച് നമുക്കും കമ്പി വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഈ പേര് എങ്ങനെ നിലനിർത്താൻ പറ്റും. കാരണം നല്ല രസമുണ്ട് കഴിച്ച്. നമുക്ക് ഞങ്ങൾ തന്നെ ആകെ അന്തം വിട്ടു.
ഇത് ഇങ്ങനെ ആവും നമ്മൾ വിചാരിച്ചിട്ടില്ല ഗൈസ്. വേർതാണ് പക്ഷെ ആയത് വേർതോ ഇതേ തേക്കാനൊക്കെ ഉള്ള പരിപാടികളോട് മണലൊക്കെ കൊണ്ടിറക്കി തേക്കാനപ്പോഴാണ് കല്യാണം വന്നത്. അതിൽ പിന്നെ ഉമ്മാന്റെ കല്യാണം അപ്പാന്റെ കല്യാണം അങ്ങനെ ഒന്നിച്ച കഴിഞ്ഞു. പിന്നെ പൈസ ഇല്ലാതെ വന്ന് അല്ലെങ്കിൽ ചേച്ചീനെ അത് അങ്ങനെ ലോഡ് മണല് അപ്പാപ്പ കൊണ്ടിറക്കിയതാ. ഒക്കെ പോയി എത്ര കൊല്ലായി. എന്തായാലും സാറല്ല എന്തായാലും ഇനിയും വലുതൊക്കെ നടക്കട്ടെ ഇല്ലടാ. എന്തായാലും ഭംഗിയായിട്ട് നല്ല വൃത്തിയും വെടിപ്പിലും കൊണ്ട് കഴിഞ്ഞു എന്നാണ് പറയാം. ഇനിയല്ലേ നമുക്ക് വൈറ്റ് വാഷ് അടിച്ചാൽ അതിന് മുകളിൽ ഇതാക്കാനല്ലേ. ഇനിയിപ്പോ വലിയ പണിയൊന്നുമില്ല കൈസ്. ഇനിയിപ്പോ നമുക്ക് ആക്കും പോലെ നമ്മൾ ചെറിയ ചെറിയ പണികൾ എടുത്താൽ മതി. ഈ മുറ്റത്തെത്തി അവിടുത്തെയും നമ്മളെ നോമ്പുതോടെയാണ് വരാൻ പോണത്. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നാട്ടിലത്തെ കുറച്ച് കുട്ടികളെ പിന്നെ നമ്മളിവിടെ അയൽവക്കക്കാരെ ഏതെങ്കിലും താത്തമാരെ പോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഈ ഏരിയത്തെ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നുണ്ട്. പിന്നെ വേറെ കാര്യം വലിയ പരിപാടി ഒന്നുമില്ല. നമ്മളെ നാട്ടുകാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓലെ വിളിച്ചില്ല അങ്ങനത്തെ ഒരു പരിപാടി അല്ല കേട്ടോ. നമ്മൾ പണ്ടേ നിങ്ങൾ തീരുമാനം എടുത്തിന് ഞാനും ഓനും ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോ നാട്ടിലത്തെ ആൾക്കാർക്ക് എന്തെങ്കിലും മൊത്തം ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ വീട്ടിലത്തെ കുട്ടിയാക്കെങ്കിലും ഉൾപ്പെടാൻ പറ്റിയ ഒരു രീതിയിൽ അതായത് ഗൈസ് എന്നെങ്കിലും നമ്മളെ യൂട്യൂബ് ചാനലിന് 5-10 വരുമാനം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഒരു നോമ്പുതോറന്നല്ല എല്ലാവർക്കും നമ്മൾ വായനശാലയിലൊക്കെ വെച്ചിട്ട് എല്ലാ കുട്ടികളെയും വായനശാലയിലൊക്കെ വെച്ചിട്ട് ചോറോ അങ്ങനെ എന്തെങ്കിലും പായസമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ എങ്കിൽ അതിപ്പോൾ ഈ നോമ്പിന്റെ ഒരു ടൈമിലാണ് നമുക്ക് നല്ല ഇത് തോന്നിയത്. ഇനിയിപ്പോൾ എല്ലാവരെയും നമ്മളെ പരിയിൽ വിളിച്ചു വരുത്തിയിട്ട് കഴിച്ച് ഇവിടെ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് ഇരിക്കാം അല്ലേ. ആഗ്രഹം ഉണ്ട് അല്ലേ മാമ? നടന്നാ മതി അല്ലേ. ഓക്കെ നമുക്ക് നോക്കാം. കുറച്ചല്ല വലുതല്ലേ എന്നാടാ. എല്ലാ കാര്യങ്ങളും ഗൈസ് ഓരോന്നായിട്ട് നമ്മളിങ്ങനെ നടന്ന് വരട്ടെ. ഇതുവരെ ഗൈസ് ഒരു പ്രശ്നമൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങോട്ടും പോയാൽ മതി. ഇനിയിപ്പോൾ നോമ്പ് തുറക്കാൻ ടൈമായി. സാധനങ്ങളൊന്നും ഇല്ല. രാവിലെ തുടങ്ങിയ പണിയാണ്. ഒക്കെ ഇനി ഓരോന്ന് കൊണ്ടുവന്നിട്ട് വേണം. നേരിട്ടായി വരുന്നുണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് വേണം. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വ്ളോഗ് ഞങ്ങളിവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ പേരെങ്ങനെ ഉണ്ടെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം. എല്ലാവരും ഉണ്ടല്ലോ പേര് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ മറ്റേ തീന്റെ ചിഹ്നം ഇങ്ങനെ ഇടി. അതെ എന്താണെന്നില്ല നിങ്ങൾ ജെന്യൂ ഇത് റിവ്യൂ കമന്റ് ചെയ്തോളൂ. ഇനിയിപ്പോ രസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ട് അല്ലെ ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം അല്ലേ അല്ലേ മാമ? നമുക്ക് രണ്ട് രസം ഉണ്ട് അല്ലേ. അതെ എന്നാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറഞ്ഞോളി. അസ്സലാമലൈക്കും. എല്ലാവർക്കും ഗൈസ് നോമ്പ് തലീക്കറി പോരാത്തതിന് ഈ പണിയും കൂടി അല്ലേ. അപ്പൊ എന്നാ എല്ലാവർക്കും അസ്സലാമലൈക്കും ഗൈസ്. എന്നാടാ